ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഫേഷ്യലാണ്, ഒരു അടിപൊളി ഫേഷ്യലാണ്. മുഖം നല്ല രീതിയിൽ ഗ്ലോ ചെയ്യാനും ഒന്ന് ലൈറ്റനിങ് ചെയ്യാനും പാടുകളൊക്കെ നീക്കി മുഖത്തിന് നല്ലൊരു ഫ്രഷ് കിട്ടാനും ഒക്കെ വേണ്ടിയുള്ളൊരു ഫേഷ്യലാണ് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഫേഷ്യലിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പപ്പായയാണ്. ഓമയ്ക്കാന്ന് ചിലയിടത്ത് പറയും, ചിലയിടത്ത് കപ്പളങ്ങാന്ന് പറയും. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫേഷ്യലിനായിട്ട് വേണ്ടത്, മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ടൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഫേഷ്യൽ ചെയ്യാം. ക്ലെൻസിങ്, സ്ക്രബറിങ്, മസാജ് ക്രീം, പിന്നെ ലാസ്റ്റ് ഫേസ് പായ്ക്കും കൂടി തയ്യാറാക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് ഫസ്റ്റ് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് വേണ്ടി ഞാൻ 1 സ്പൂൺ മിൽക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ പപ്പായ 1 സ്പൂൺ ഇടാം. അതിനുശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കപ്പോൾ ക്ലെൻസർ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ക്ലെൻസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ക്ലെൻസിങ് ചെയ്യാം. മുഖത്ത് നല്ല രീതിയിൽ ഡേർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അടിഞ്ഞുകൂടിയ അഴുക്കെല്ലാം നീക്കി സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനും ക്ലിയർ ആകാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഈ പപ്പായ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റനിങ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റോളം മസാജ് ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. സ്ക്രബ്ബർ ചെയ്യാം. സ്ക്രബ്ബറിന് വേണ്ടി ഞാൻ 1 സ്പൂൺ പപ്പായയുടെ പേസ്റ്റ് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഇടേണ്ടത് ഷുഗറാണ്. ഒരു സ്പൂണോളം ഷുഗർ ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് ഹണിയാണ്. 1 സ്പൂൺ ഹണിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കാം. അപ്പോൾ നമ്മുടെ സ്ക്രബ്ബർ റെഡി ആയി കഴിഞ്ഞു. അപ്പം അടുത്ത സ്റ്റെപ്പ് സ്ക്രബ്ബറിങ് ആണ്. സ്ക്രബ്ബർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്യുക. ഒരു 5 to 10 മിനിറ്റോളം മസാജ് കൊടുക്കുക. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ 2 സൈഡിലുമാണ് കൂടുതലും ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ്സ് ഉണ്ടാകുക. അതുപോലെ തന്നെ ചുണ്ടിന് താഴെ. അപ്പം പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്യാം. ഇനി നമുക്കൊരു മസാജിങ് ക്രീം തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 1 സ്പൂൺ പപ്പായയുടെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അലോവേര ജെല്ലാണ്. അപ്പം നമ്മുടെ മസാജിങ് ക്രീം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് മസാജിങ് ക്രീമാണ്. ഒരു 5 to 10 മിനിറ്റോളം മസാജ് ചെയ്തതിന് ശേഷം ഇത് ഒന്നെങ്കിൽ കഴുകി കളയാം, അല്ലെങ്കിൽ തുടച്ച് മാറ്റിയാലും മതിയാകും. ഈ പപ്പായയിൽ വൈറ്റമിൻ സി, അതുപോലെ തന്നെ വൈറ്റമിൻ എ, കാൽസ്യം, പൊട്ടാസ്യം ഇവയൊക്കെ അടങ്ങിയതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യിക്കാനും അതുപോലെ തന്നെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് തൂങ്ങുന്നത് മാറ്റാനും പിമ്പിൾസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ആക്നെ ഉള്ളവർക്ക് അത് നീക്കി നല്ലൊരു നമ്മുടെ സ്കിന്നിനെ നല്ലതായിട്ട് ലൈറ്റനിങ് ചെയ്യാൻ ഈ പപ്പായയ്ക്ക് നല്ല രീതിയിൽ കഴിവുണ്ട്. അപ്പം ഞാനിത് മസാജ് ചെയ്തു. ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഫേസ് പായ്ക്കാണ്. അതിനുവേണ്ടി നമുക്ക് മിച്ചമുള്ള അത്രയും പപ്പായയുടെ ആ ഒരു പേസ്റ്റ് എടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ പാൽപ്പാടയാണ്. പാല് തിളപ്പിച്ചിട്ട് നമുക്ക് കുറേ നേരം ആറാൻ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് അടിഞ്ഞു കൂടുന്ന ഒരു പാടയാണ് ഈ പാൽപ്പാട. എല്ലാവർക്കും തന്നെ അറിയാം. അത് ഞാൻ 1 സ്പൂണോളം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
ചെയ്തില്ലടാ ഇല്ല. ഈ ഒരു പായ്ക്ക് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 13 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പം ഒന്ന് ഡ്രൈ ആകും. ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് സ്പോട്ട്സ് ഒക്കെ മാറ്റാനായിട്ട് ഈ ഒരു ഫേഷ്യൽ നല്ലതാണ്. ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വന്നു. നല്ലൊരു ഫേഷ്യലാണ്. അപ്പം നമുക്ക് ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണിത്. നല്ല ഈസി ആയിട്ട് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് മുഖം നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റുന്നൊരു ഫേഷ്യലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റ.